ഇന്ത്യ കത്തണമെന്ന് കൊതിച്ച് നടക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയിലുള്ള സോറോസിൻ്റെ ഈ ഡീപ് സ്റ്റേറ്റിൻ്റെയും ഒക്കെ ആൾക്കാർക്ക്. ഇന്ത്യയിൽ ശ്രീലങ്കയിൽ കലാപം നടന്നു, നേപ്പാളിൽ കലാപം നടന്നു, ബംഗ്ലാദേശിൽ കലാപം നടക്കുന്നു. എന്തേ ഇന്ത്യയിൽ നടക്കാത്തത്? ഇതിനു വേണ്ടിയിട്ട് അവർ രാപ്പകലില്ലാതെ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് നിന്നില്ല. പാതിരിമാർക്ക് പണം കൊടുത്തിരിക്കുന്നു 92 കോടി രൂപ. തിമോത്തി ഇന്റർനാഷണൽ എന്ന് പറയുന്ന സംഘടനയ്ക്കെതിരെ UAPA പ്രകാരം കേസ് ചുമത്തി ഇപ്പോഴാണ് കേസ് ചുമത്തിയിരിക്കുന്നത്. ഇപ്പോഴാണ് നടപടി വരുന്നത്. സാർ, ഈ 12 വർഷത്തിന് മുമ്പ് എത്രയേറെ ഫണ്ടുകൾ ഇങ്ങനെ വന്നിരിക്കും. ഇപ്പോഴൊക്കെയാണ് ഇത് പുറത്തു വരുന്നത്. ഈ രാജ്യത്തെ നശിപ്പിക്കുക, ഇല്ലെങ്കിൽ ചിലരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതിപ്പോൾ വ്യവസായമായിരിക്കാം, ചിലപ്പോൾ ചൂഷണത്തിൻ്റെതായിരിക്കാം, മറ്റ് സങ്കുചിതമായ നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഇന്ത്യ കത്തിക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഈ സംഘടന ഇപ്പോൾ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഇവർ നക്സലുകൾക്കാണ് പൈസ കൊടുത്തത്, അല്ലേ സാർ? വലിയ അപകടം ചെയ്യില്ലേ ഇത്? അല്ല, ഇത് ഒരു ഒറ്റപ്പെട്ട വിഷയമല്ല. ഇതിപ്പോൾ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്ക തുടങ്ങിയ അവരുടെ ഈ ശാസ്ത്ര സാങ്കേതിക ആ ഒരു മേൽക്കോയ്മ നിമിത്തം അവർ ഈ ലോകത്തെ മുഴുവൻ ഒരു കമ്പോളമാക്കി മാറ്റിക്കൊണ്ട്, അതേ സമയത്ത് അവരുടെ കയ്യിൽ നിന്ന് 5 പൈസ ചിലവില്ലാതെ ഒരു പുത്തൻ സാമ്രാജ്യത്തെ രീതിയാണ് കെട്ടിപ്പടുത്തത്. ആ സാമ്രാജ്യത്വം തകർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയ്ക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് അവർ കണ്ടെത്തിയിരുന്ന സംഗതി വിദ്യാഭ്യാസത്തിന് ഇടപെടുക. വിദ്യാഭ്യാസത്തിന് ഈ പറഞ്ഞതുപോലെ ശാസ്ത്രത്തിൻ്റെ പിൻബലം ഉണ്ടെന്ന് പറയുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം പ്രത്യക്ഷത്തിൽ ഈ ഗുണവശങ്ങളെ മുഴുവൻ എടുത്തു ഉയർത്തിക്കാട്ടുക. ഉദാഹരണത്തിന് ഹ്യൂമൻ റൈറ്റ്സ്, അതേപോലെ തന്നെ ഇപ്പം പോവർട്ടി ഇറാഡിക്കേഷൻ, പിന്നെ ഇപ്പോഴുള്ള നമ്മുടെ ഇപ്പം ജെൻഡർ ഇക്വാളിറ്റി, അതുപോലെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് വന്ന സംഗതിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വളരെ പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും നിഷേധിക്കാൻ പറ്റാത്ത സവിശേഷ ഗുണങ്ങളുള്ള മുദ്രാവാക്യങ്ങളോടുകൂടി അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന ഒരു ധാരണ ക്രിയേറ്റ് ചെയ്യുന്നു. അതനുസരിച്ചിട്ട് ലോകമെമ്പാടും, ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും ഈ പറഞ്ഞതുപോലെ ഈ സംഘടനകളെയും പല രീതിയിലാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ NGOs, ഉദാഹരണത്തിന് കഴിഞ്ഞൊരു 10-20 വർഷം മുമ്പായിരുന്നെങ്കിൽ ഇന്ത്യയിൽ കാണുന്ന വ്യക്തികൾ മുഴുവൻ NGOമാരായിരുന്നു. മനസ്സിലായില്ലേ? എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് സംഭവം ഉണ്ടാക്കിയാലും മതി, NGOയ്ക്ക് നിങ്ങൾക്ക് കാശ് കിട്ടുന്നൊരു സംഗതി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അടുത്തൊക്കെ പണ്ട് ധാരാളം പേര് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന ചിലർ മീറ്റിംഗ് സംഘടിപ്പിക്കുക, ഒരു പടം എടുക്കുക, അത്രയും തന്നാൽ മതി, നിങ്ങൾക്ക് ഇത്ര റുപ്യ നിങ്ങൾക്ക് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അടുത്തൊക്കെ ധാരാളം പേര് പണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ NGOs ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ആക്ടിവിസം. ഇതൊക്കെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ ചിന്തിക്കുന്ന വ്യക്തികളെയൊക്കെ അതായത് അരാഷ്ട്രീയവൽക്കരിക്കുക. മെയിൻ സ്ട്രീം പൊളിറ്റിക്സിന് വെറും ഒരു ജോലിയും വേലയും ഇല്ലാത്തവരെ മാത്രം നിയന്ത്രിക്കുന്ന, അല്ലെങ്കിൽ ജോലിയും കൂലിയും ഇല്ലാത്തവരാൽ നയിക്കപ്പെടുന്ന ഒരു സംഘടനയാക്കി മെയിൻ സ്ട്രീം രാഷ്ട്രീയ പാർട്ടികളെ മാറ്റുക. അങ്ങനെ വരുമ്പോൾ ഈ മെയിൻ സ്ട്രീം രാഷ്ട്രീയ പാർട്ടികളാണ് ജനാധിപത്യത്തെ നിയന്ത്രിക്കുന്നത്, അല്ലേ? അപ്പോൾ അവരിൽ ഈ ക്വാളിറ്റി ഇല്ലാത്ത, അല്ലെങ്കിൽ സമൂഹത്തിലെ ഏറ്റവും ഒരു കാര്യശേഷി ഇല്ലാതെ വരുന്ന വ്യക്തികളുടെ അഭയസ്ഥാനമായി രാഷ്ട്രീയത്തെ മാറ്റുക. പഠനശേഷിയുള്ളവരെ ഒരുപാട് സാധ്യതകളുണ്ടാകുന്ന വിദ്യാഭ്യാസ ഒരു ധാരയിലേക്ക് കൊണ്ടുപോവുക. അതിൽ മികച്ചവരെ അവർ പൊക്കിക്കൊണ്ടുപോകും. അമേരിക്കയുടെ ഈ ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളിൽ മുഴുവൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ, വിശേഷിച്ച് നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ എത്രയോ പേരാണ് അമേരിക്കയിലെ ഓരോ ഗവേഷണങ്ങൾക്കും പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണ് അവർ ആ മേൽക്കൈ നേടിയത്. അതേപോലെ തന്നെ NGOസിനെ വിടുക, അതേപോലെ തദ്ദേശ സംസ്കാരങ്ങളെ നശിപ്പിച്ച് കളയുക. തദ്ദേശ സംസ്കാരങ്ങളിൽ അവിടുത്തെ മണ്ണുമായിട്ട് മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഇടപെടലിനെ സുദൃഢമാക്കുന്ന അദൃശ്യമായ ചില സാംസ്കാരിക വശങ്ങളുണ്ടാവും. അതിനെ തകർത്ത് കഴിഞ്ഞാൽ ആ സൊസൈറ്റിയിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. പിന്നെ സ്ത്രീകളെ അസ്വസ്ഥരാക്കുക. ഈ സ്ത്രീകളെ അസ്വസ്ഥരാക്കുകയും സാംസ്കാരികമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുകയും ചെയ്യുമ്പോഴത്തേക്ക് അവിടെ കോൺഫ്ലിക്റ്റ് വരും. ഈ കോൺഫ്ലിക്റ്റിൽ നിന്നുണ്ടാകുന്ന ജനറേഷൻ അവർ ഭയങ്കരമായ ഈ പറഞ്ഞ പോലെ അസ്വസ്ഥരായ ജനതയായിരിക്കും. ആ അസ്വസ്ഥരായ ജനതയ്ക്ക് ചിലർ തീവ്രവാദത്തിലേക്ക് പോകും, ചിലർ മതമൗലികവാദത്തിലേക്ക് പോകും, ചിലർ ഈ ഡ്രഗ് അഡിക്ഷനിൽ, അങ്ങനെ ഒരുപാട് സംഗതികളിലേക്ക് അവർ തിരിഞ്ഞു പോകും സാധനം. അപ്പം അതിനകത്താണ് ഒരു വലിയ കോൺഫ്ലിക്റ്റ് വരുന്നത്. ഈ കോൺഫ്ലിക്റ്റിനകത്തു നിന്നാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വ്യവസായം എന്ന് പറഞ്ഞാൽ ഈ ആയുധ വിപണിയാണ്. ഈ ആയുധ വിപണി, ആയുധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങളിപ്പോൾ ഒരു കടയിൽ രാവിലെ അപ്പം ഉണ്ടാക്കിയിട്ട് ആരും വന്ന് വാങ്ങിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കച്ചവടം നടക്കും. 2 ദിവസം കൊണ്ട് പൂട്ടി കിട്ടത്തില്ലേ? അപ്പോൾ ആയുധ വിപണി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ കോൺഫ്ലിക്റ്റുകളിൽ ലോകം മുഴുവൻ നടക്കണം. ഇപ്പോൾ അമേരിക്കയ്ക്ക് തന്നെ 750 നാവിക മിലിറ്ററി ആസ്ഥാനങ്ങളുണ്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളായിട്ട്, അല്ലേ?
അപ്പോൾ ഇപ്പോഴും പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഈ തീവ്രവാദികളൊക്കെ പൊട്ടിക്കുന്ന പിന്നെ AK-47 എവിടുന്ന് വരുന്നതാണ്? എല്ലാം അമേരിക്കയിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം ഈ കോൺഫ്ലിക്റ്റിൻ്റെ തുരുത്തുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ 1980s തോന്നുന്നു, അതോ ലേറ്റ് 70s ഇപ്പോൾ ചാണ്ഡിഗഡിൽ നമ്മുടെ ഒരു സെമി കണ്ടക്ടർ ഫാക്ടറി ഉണ്ടായിരുന്നു. അത് കത്തിപ്പോയി. ആർക്കും അറിയില്ല എങ്ങനെയാണ് കത്തിയെന്നുള്ള സാധനം. ഇന്ന് ഇപ്പോൾ ഈ ആധുനിക ലോകത്തിൽ ഇപ്പം നമുക്ക് ഏറ്റവും ഒരു രാജ്യത്തിൻ്റെ AI-യുടെ യുഗത്തിൽ ഏറ്റവും നിർണായകമായ വസ്തു എന്ന് പറഞ്ഞാൽ സെമി കണ്ടക്ടറാണ്. ഇന്ത്യ ഇപ്പോൾ അതിലേക്ക് കടന്നിട്ടേ ഉള്ളൂ. മറിച്ച് 80കളിലെ സമയത്തുണ്ടായിരുന്ന ആ സെമി കണ്ടക്ടർ ഫാക്ടറി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ലോകത്തിൽ ലീഡറായിട്ട് ഇന്ത്യ മാറുമായിരുന്നു. കെൽട്രോൺ, ഈ കെൽട്രോൺ ഇവിടുത്തെ സഖാക്കളും എല്ലാം ചേർന്നിട്ടാണ് അതിനെ ആ അവസ്ഥയിലേക്ക് ആക്കിയത്. അതല്ലായിരുന്നെങ്കിൽ കേരളം ഇന്ന് ലോകത്തിലെ സിലിക്കോൺ വാലിയേക്കാൾ വലിയ സംഭവമായി മാറുമായിരുന്നു, അല്ലേ? അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് തളർന്നു പോകുന്നത്? ഇതൊക്കെ എങ്ങനെയാണ് കത്തിപ്പോകുന്നത്? ഇവിടെയൊക്കെയാണ് അത് നമ്മളിലൂടെ തന്നെ ചെയ്യും. ഇപ്പം നമ്മളിപ്പോൾ ഉദാഹരണത്തിന് കെൽട്രോൺ നിരന്തര സമരം നോക്കുമ്പോൾ എന്താ പുരോഗമന സാധനം, അത് സഖാക്കൾ നടത്തുന്ന സാധനം. പിന്നെ അതുപോലെ നമ്മളെ രോഗം ഇപ്പം ആൾക്കാരിൽ ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ഇതൊക്കെയാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിൻ്റെ ഇത് വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അവർക്ക് കമ്പോളം വേണം. കമ്പോളം എന്ന് വെച്ചാൽ രോഗമാണ്. രോഗത്തിന് പിറകെ മനുഷ്യരേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിൽ മനുഷ്യർ രുചി മാറ്റുന്നു, ഭക്ഷണ രീതി മാറ്റുന്നു, രോഗങ്ങളെ സൃഷ്ടിക്കുന്നു. അപ്പോൾ അതോടൊപ്പം ഒരു ലാബിലിരുന്നിട്ട് ഈ ചില പരീക്ഷണം നടത്തുന്ന പോലെ അറിയാൻ പറ്റും ഇത്രയധികം ഇന്ന സംഗതികൾ ഒരു പ്രദേശത്ത് ഇന്ത്യയിലെ രാജ്യത്ത് ഇത്ര സംഗതികൾ ഇത്രയും കെമിക്കൽസ് അല്ലെങ്കിൽ ഇത്രയും വിഷാംശങ്ങൾ അവരുടെ ഉള്ളിൽ ചെല്ലുകയാണെങ്കിൽ ഇത്ര വർഷത്തിനകം ഇത്ര % കിഡ്നി അടിച്ചു പോകും, ഇത്ര % പ്രഷർ ഉണ്ടാവും, ഇത്ര % ഡയബറ്റീസ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ അവർ ഈ നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ സമർത്ഥരായ ആൾക്കാരെ കൊണ്ടുപോയിട്ട് ഈ ഡയാലിസിസിനുള്ള മെഷീനും അതേപോലെ ഈ ഓരോ രോഗങ്ങളും നേരിടാനും ക്യാൻസറിനും ഒക്കെയുള്ള ഗവേഷണം നടത്തും. ഏകദേശം നമ്മുടെ ഈ രോഗം പുറത്തു വരുന്ന സമയമാകുമ്പോഴത്തേക്ക് അവർ മരുന്നും ഉപകരണങ്ങളായിട്ട് രംഗപ്രവേശം ചെയ്യും. ഇതാണ് ഒരു അമേരിക്കൻ സാമ്രാജ്യത്തിൻ്റെ സ്വഭാവമായിരുന്നു. ഇതിൻ്റെ അതേ സംഗതി തന്നെയായിരുന്നു ഇന്ത്യയിലും ഈ പറഞ്ഞതുപോലെ വ്യാപകമായ രീതിയിൽ NGO ഉണ്ടായിരുന്നു. ഇപ്പോൾ കൂടംകുളം, ഇപ്പോൾ അത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണെന്ന് വളരെ പ്രസിദ്ധമായിട്ട് പരസ്യമായിട്ട് പറഞ്ഞത്. കൂടംകുളം ആണവ നിലയം വന്ന സമയത്ത് അത് ഇപ്പം പൊട്ടിക്കഴിഞ്ഞാൽ ദക്ഷിണേന്ത്യ മുഴുവൻ ഈ പറഞ്ഞ റേഡിയോ ആക്റ്റീവ് ആയിട്ട് അണുപ്രസരണത്തിനകത്ത് ജനമെല്ലാം നശിച്ചു പോകും. അവസാനം നമ്മളൊക്കെ ഞാനുമൊക്കെ ട്രിവാൻഡ്രത്തുള്ള സമയത്തായിരുന്നു. അത് ചില കോളേജ് പ്രൊഫസർ പിന്നെ എഞ്ചിനീയറിംഗ് കോളേജ് ചില പ്രൊഫസർമാർ ഉൾപ്പെടെയാണോ നമ്മളൊന്ന് ബ്രീഫ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തന്നെ തോന്നും കുടുംബത്തിനെ എടുത്തുകൊണ്ട് വലിച്ചുകൊണ്ട് നമുക്ക് തിരുവനന്തപുരം വിട്ടാലോ എന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഭാഗത്ത് കമ്മ്യൂണിക്കേഷൻ, ഇൻഡോക്ട്രിനേഷൻ, ഇങ്ങനെയൊക്കെയുള്ള പല പല പദ്ധതികളാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ മാവോയിസ്റ്റുകൾ. ഇപ്പോൾ മാവോയിസ്റ്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവരുടെ ഒരു തീർച്ചയായിട്ടും ഈ മാവോയിസ്റ്റുകൾ പ്രവർത്തിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും എല്ലാം പിന്നോക്കം നിൽക്കുന്ന മേഖലകളിലാണ് ഇവർ പ്രവർത്തിക്കുക. അപ്പോൾ കാരണം വളരെ അനായാസമായിട്ട് എന്തുകൊണ്ടാണ് ആ പ്രദേശങ്ങൾ അവികസിതമായി തുടരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ ഉണ്ടായിരിക്കും. ആ പ്രത്യേകതകൾ തന്നെയാണ് ഇവർ മുതലെടുക്കുന്നത്. കാര്യം ഭയങ്കര കവറ് കിട്ടും. ആ കവറിൽ ഇവർക്ക് പോയി പ്രവർത്തിക്കാൻ പറ്റും. അപ്പോൾ ഇവർക്ക് ഈ പറഞ്ഞതുപോലെ ധാരാളം ഫണ്ടുകൾ പല സ്ഥലത്തു നിന്ന് കിട്ടും. ഉദാഹരണത്തിന് ഇപ്പോൾ ഛത്തീസ്ഗഡിലൊക്കെ പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ആണെങ്കിൽ ഈ ഇരുമ്പ് കമ്പനികളിൽ നിന്നാണ് ഇവർക്ക് കാശ് കിട്ടുന്നത്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന പരസ്യമായ രഹസ്യമാണ്. അപ്പോൾ ഈ ഇത്തരം സംഘടനകളെയൊക്കെ നിലനിർത്തുന്നതൊക്കെ ഇവരാണ്. ഇപ്പോൾ തന്നെ ഈ കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ബാംഗ്ലൂരിലെ ഒരു മൈക്കൽ മാർക്കറ്റിനെ അങ്ങനെ ഒരാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അയാളുടെ കയ്യിൽ 24 ഈ അന്താരാഷ്ട്ര ഡെബിറ്റ് കാർഡുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ തിമോത്തി ഇൻ്റർനാഷണലിൻ്റെ ഏജൻ്റായിട്ട് ഇവിടെ പ്രവർത്തിച്ച വ്യക്തിയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത് 24ഓളം അന്താരാഷ്ട്ര ഡെബിറ്റ് കാർഡുകൾ. ഈ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ 92 കോടി റുപ്യ അല്ലെങ്കിൽ 93 കോടിയോളം റുപ്യ ഇവിടെ എടുത്ത് ഈ മാവോവാദികളുടെ കയ്യിലേക്ക് ഇവർ എത്തിക്കുന്നത്, പല സ്ഥലങ്ങളിൽ എത്തിക്കുന്നത്. അതുപോലെ പല പല സമരങ്ങൾ നടക്കുമ്പോൾ സന്നദ്ധ സംഘടന, ഉദാഹരണത്തിന് കൂടംകുളം ക്ലാസിക്കൽ എക്സാമ്പിളാണ്. അതന്ന് ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞാണ്. ഇന്നിപ്പം നോക്കൂ കൂടംകുളം എത്രമാത്രം നമ്മളെ സഹായിക്കുന്ന ഊർജ്ജ രംഗത്ത്, അല്ലേ? അപ്പോൾ മാത്രമല്ല ഇനിയിപ്പോൾ അടുത്ത VFBR എന്ന് പറഞ്ഞൊരു മേഖലയിലേക്ക് കിടക്കാൻ പോകുന്നു കൂടംകുളം. അത് വേറൊരു വിഷയമാണ്. അത് വന്നു കഴിഞ്ഞാൽ കേരളമാണ് ലോകത്തിലെ തോറിയം ബേസ്ഡാണ് സാധനം. അത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ തോറിയം ഡെപ്പോസിറ്റുള്ള സ്ഥലം കേരളമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വികസനങ്ങളെ തടസ്സപ്പെടുത്തുക, സാധ്യതകളെ ഇല്ലാണ്ടാക്കുക, ഇതൊക്കെയാണ് ആയിരുന്നു അമേരിക്കൻ സാമ്രാജ്യത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. അതിപ്പോഴും അവർ പൂർണ്ണമായിട്ടും നിർത്തിയിട്ടില്ല, അത് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ചൊക്കെ. കാരണം ഇപ്പോഴും അവർ പിടിച്ചു നിൽക്കാൻ അമേരിക്കൻ സാമ്രാജ്യത്വം തകരുന്നു എന്നുള്ള യാഥാർത്ഥ്യം അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല.
വീണ്ടും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഇറാനിലും ഒക്കെ കാണുന്ന ആ തകർച്ചയുടെ ലക്ഷണമാണ്. അതെ. ഇറാനായിട്ട് പരാജയപ്പെട്ട് ജീവനം കൊണ്ട് ഓടിയില്ലേ ട്രംപ്, അല്ലേ? അപ്പോൾ ഈ ഒരു സംഗതിയിൽ ഈ ഒരു കൾച്ചറിൻ്റെ, ആ ഒരു സാമ്രാജ്യത്വ കൾച്ചറിൻ്റെ ഒരു വിവിധ മുഖങ്ങളിൽ ഒന്ന് തന്നെയാണിത്. ഇവിടെ ഈ ധാരാളം ഇപ്പോൾ പോലും ഈ മോദി സർക്കാർ വന്നതിന് ശേഷം കർശനമായ നിയന്ത്രണം ഈ NGOകളുടെ പുറത്തും. കാര്യം 2014 മുമ്പ് ഉണ്ടായിരുന്ന NGOകളുടെ 4-1 പോലും ഇപ്പോൾ നിലവിലില്ല, അല്ലേ? അത് വളരെ കർശനമായിട്ട് രീതിയിൽ ഇപ്പോൾ ഈ ഫെമ ആണെങ്കിലും മറ്റുള്ള നിയമങ്ങളൊക്കെ വെച്ച് വളരെ കർശനമായിട്ട് ഇവരെ നിരീക്ഷിക്കുന്നുണ്ട്. നിരീക്ഷിക്കാൻ പറ്റുന്ന സാങ്കേതിക വിദ്യ ഇപ്പം ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇപ്പം ഒരു 2014 ശേഷം ഈ NGOകളുടെ എണ്ണം കാര്യമായിട്ട് കുറവാണ്. പക്ഷേ അവിടെയാണ് ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ മാവോവാദി മാവോയിസ്റ്റുകൾക്ക് പണം എത്തിക്കുന്നത് പ്രത്യേകിച്ചുള്ള NGO ഒന്നുമില്ല, അമേരിക്കയിൽ ബേസ് ആയിട്ടുള്ള NGO ആണ്. പക്ഷേ അവരുടെ പണം ഇവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ അന്താരാഷ്ട്ര ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ചിട്ട് പണം ഈ 92 കോടിയും അങ്ങനെ വലിച്ചാണെന്നാണ് പറയുന്ന സംഗതി. ഇപ്പോൾ എന്തായാലും ആ കമ്പനിക്ക്, ആ ഒരു ഏജൻസിക്കെതിരെ ഇപ്പോൾ UAPA ചുമത്തി ഇത് കേസ് അന്വേഷണം നടക്കുകയാണ്. അപ്പോൾ അത് ഇനി വരും ദിവസങ്ങളിൽ അതിൻ്റെ അന്വേഷണം എങ്ങനെയാണ് നീങ്ങുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യവും കേന്ദ്ര ഗവൺമെൻറ് ഈ പറഞ്ഞാൽ ഉരുക്കുമുഷ്ടിയുണ്ട്, നേരിട്ട് കുറച്ചില്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയും കൂടെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം മാവോയിസ്റ്റുകളെ അവരും വലിയ ബുദ്ധിമുട്ടിലാണ്. അവശേഷിക്കുന്ന മാവോയിസ്റ്റുകൾക്ക് ഇപ്പം ഈ പറഞ്ഞതുപോലെ ഫണ്ടിനുള്ള നല്ല ക്ഷാമമുണ്ട്. കാരണം ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഈ കർശനമായ നടപടികളുകൊണ്ടും അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരും ഈ പറഞ്ഞതുപോലെ യാതൊരു മര്യാദയിലാണ് ഒരു വെടിവെച്ച് കൊല്ലുകൊണ്ടിരിക്കുന്നത്. അവിടെ പിന്നെ നാട്ടിലെ നിയമം ഒന്നും ബാധകമാക്കുന്നില്ല, വെറുതെ കൊന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതും നമുക്ക് സ്വീകാര്യമായ ഒരു സംഗതിയല്ല. പക്ഷേ അവിടുത്തെ ഭീകരപ്രവർത്തനം നടത്തുന്ന ആയുധം വെച്ച് കീഴടങ്ങാൻ അവസരം കൊടുക്കുകയും ഇവരെ എല്ലാം റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ആയിരക്കണക്കിന് പേരാണ് ഇപ്പോൾ കീഴടങ്ങിയത്. അവർക്ക് മുഴുവൻ ആയുധം വെച്ച് കീഴടങ്ങി കഴിഞ്ഞാൽ ഇവർക്കെല്ലാം തൊഴിൽ കൊടുക്കുന്നു, വീട് കൊടുക്കുന്നു, കൃഷിഭൂമി കൊടുക്കുന്നു, വമ്പൻ ഓഫറുകളാണ് കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ സാർ, ഇപ്പം എൻ്റെ നാട്ടിൽ എൻ്റെ സീനിയറായിട്ടുള്ള ഒരാളും ഈ മാവോയിസ്റ്റ് ആക്രമണത്തിൽ മരിച്ചതാണ്. അത് മരിക്കാത്ത ഒരു പട്ടാളക്കാരൻ, ആ മാവോയിസ്റ്റുകളാൽ കൊല്ലപ്പെടാത്ത ഒരു പട്ടാളക്കാരനും നമ്മുടെ രാജ്യത്ത് ഇന്ന് ഒരു ഗ്രാമവും ഇല്ല. ഞാൻ പറഞ്ഞത് അതുമൊക്കെ ഈ പറഞ്ഞതുപോലെ ഒരു ചർച്ചയിലൂടെയും അവരെയും കൂടെ ടേബിളിലേക്ക് കൊണ്ടുവരാൻ കഴിയണമായിരുന്നു. ഇപ്പം ഞാൻ പറയാം, ചമ്പൽക്കാടിനെ ഈ വിദേശ ഫണ്ടിങ് ആണ്. അതൊരു വലിയ പ്രശ്നമാണ്. ആ വിദേശ ഫണ്ടിങ് ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാർ വളരെ ഈ പറഞ്ഞാൽ ലെൻസ് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ വിദേശ ഫണ്ടിങ്. അല്ല, ഒരു ജെനുവിൻ കോസിന് വേണ്ടിയിട്ടായിരുന്നെങ്കിൽ അവർക്ക് ആയുധമല്ല, ചർച്ചയായിരുന്നു പ്രാമുഖ്യം. ഏറ്റവും പ്രമുഖമായിട്ടുള്ള കാര്യം അവർക്ക് അതായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞത് എന്നിരുന്നാൽ പോലും സർക്കാരിനെ സംബന്ധിച്ചിട്ട് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഒരു ചർച്ചയിലൂടെ ഇവരെ കൊണ്ടുവന്ന് മാറ്റണം എന്നുള്ളതാണ്. വെടിവെച്ച് കൊല്ലുന്നതിനോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. പക്ഷേ എന്നിരുന്നാലും ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ NGOകൾക്ക് പഴയതുപോലെ ഫണ്ട് നേരിട്ട് ലഭ്യമില്ല. അതുകൊണ്ടാണ് ഈ ഇൻ്റർനാഷണൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ആ സാഹചര്യത്തെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നടപടിയാണ് ഇപ്പോൾ നമ്മൾ ഈ തിമോത്തി ഇൻ്റർനാഷണലിൻ്റെ കാര്യത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും സെൻട്രൽ ഗവൺമെൻറ് ഈ പറഞ്ഞാൽ ഈ വിഷയത്തിന് അത് വളരെ കർക്കശമായ അന്വേഷണം അവർ നടത്തുന്നത്. അതവർ കണ്ടെത്തട്ടെ, അതതിൻ്റെ നടപടിയിലേക്ക് പോകട്ടെ. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഒരു സംഗതി ഇപ്പോൾ അത് കുറവാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇത് ഇപ്പോഴും വളരെ സജീവമാണെന്നുള്ളതാണ് ഈ അറസ്റ്റും ഈ കേസും സൂചിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷേ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ, അവിടെ ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.